വെൽക്കം ബാക്ക്. ബിയും അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസും പാസീവ് വോയിസിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. പാസീവ് വേർബ് ഫോംസ് നമ്മളെല്ലായ്പ്പോഴും വെർബിൻ്റെ V3 അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. എല്ലാ പാസീവ് വേർബ് ഫോംസും V3യിലാണ് അവസാനിക്കുന്നത്. അതിനു മുന്നിൽ നമ്മൾ മറ്റു വേർബ്സും യൂസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ബി. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. അല്പസമയത്തിന് ശേഷം ആരെങ്കിലും ആ റൂം വൃത്തിയാക്കും. ആരെങ്കിലും വൃത്തിയാക്കും. ഇത് ആക്റ്റീവ് വോയിസിലാണ് ഈ സെൻറ്റൻസ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമോ? നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ് എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി സബ്ജക്റ്റായി വരുന്ന സെൻറ്റൻസസ് ആണ് ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസസ്. പാസീവ് വോയിസിൽ ആരാണ് പ്രവൃത്തി ചെയ്തത് എന്ന് നമ്മൾ പറയില്ല. അതിനു പകരം ഒരു കാര്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത്രയേ നമ്മൾ പറയുള്ളൂ. ചെയ്ത ആളിനെ നോർമലി മെൻഷൻ ചെയ്യില്ല. അഥവാ അത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് വെർബിന് ശേഷം ഒബ്ജക്റ്റ് പോലെയാണ് അത് വരുന്നത്. അതായത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ് എന്തോ അതാണ് പാസീവ് വോയിസിൽ സബ്ജക്റ്റായിട്ട് വരിക. മലയാളത്തിൽ നമ്മളെ പാസീവ് വോയിസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇംഗ്ലീഷിൽ അത് വളരെ കോമൺ ആണ്. അല്പസമയത്തിന് ശേഷം ആ റൂം ആരെങ്കിലും വൃത്തിയാക്കും. ആരെങ്കിലും, നമുക്കതിന് സംബടി എന്ന് പറയാം. അല്പസമയത്തിന് ശേഷം വൃത്തിയാക്കും. നടക്കാൻ പോകുന്ന കാര്യമാണ്, അതുകൊണ്ട് നമ്മളിവിടെ സിമ്പിൾ ഫ്യൂച്ചറാണ് ഉപയോഗിക്കുന്നത്. സംബടി വിൽ ക്ലീൻ ദ റൂം ആഫ്റ്റർ സം ടൈം, അല്ലെങ്കിൽ സംബടി വിൽ ക്ലീൻ ദ റൂം ലേറ്റർ. ലേറ്റർ എന്ന് പറയുമ്പോൾ പിന്നീട് എന്നാണ് അർത്ഥം. അല്പസമയത്തിന് ശേഷം എന്നതിന് ആഫ്റ്റർ സം ടൈം എന്ന് തന്നെയാണ് നമ്മൾ പറയാം. സംബടി വിൽ ക്ലീൻ ദ റൂം ലേറ്റർ, പിന്നീട് ആരെങ്കിലും ആ റൂം വൃത്തിയാക്കും. ഈ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുമാണ്. നമുക്കിനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ബി എന്ന വെർബ് യൂസ് ചെയ്യും. വിൽ ക്ലീൻ എന്നതിൻ്റെ പാസീവ് ഫോം വിൽ ബി ക്ലീൻഡ് ആണ്. പാസീവ് വേർബ് ഫോംസ് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റ് പാർട്ടിസിപ്പിളിലാണ് അവസാനിക്കുക. ക്ലീൻ എന്നത് V1 ആണ്. നമ്മളിനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ക്ലീൻ എന്ന് ഉപയോഗിച്ചാൽ പോരാ. അതിന് പകരം നമ്മൾ ക്ലീൻഡ് എന്നുള്ള V3 ഉപയോഗിക്കും. വിൽ ക്ലീൻ എന്നതിൻ്റെ പാസീവ് ഫോം വിൽ ബി ക്ലീൻഡ് ആണ്. ഷുഡ് ക്ലീൻ എന്നതിൻ്റെ പാസീവ് ഫോം ഷുഡ് ബി ക്ലീൻഡ് ആണ്. ഒരു മോഡൽ വെർബിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ബി യൂസ് ചെയ്യും. സംബഡി വിൽ ക്ലീൻ ദ റൂം ലേറ്റർ. ആക്റ്റീവ് വോയിസിൽ ഇത് ഇങ്ങനെയാണ്. ഇനി പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് റൂം, അല്ലേ? എന്താണ് വൃത്തിയാക്കുന്നത്? റൂമാണ് വൃത്തിയാക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇനി ഈ ഒബ്ജക്റ്റ് ആണ് പാസീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആ ഒബ്ജക്റ്റായ ദ റൂം ഉപയോഗിച്ചാണ് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ദ റൂം വിൽ ബി ക്ലീൻഡ് ലേറ്റർ. ദ റൂം വിൽ ബി ക്ലീൻഡ് ലേറ്റർ. പാസീവ് വോയിസിൽ ആരാണ് അത് ചെയ്യുന്നത് എന്ന് മെൻഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ മെൻഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ പൊതുവെ ബൈ എന്നൊരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. എന്നിട്ട് അതിനുശേഷം ചെയ്യുന്നത് ആരോ അവരുടെ പേര് പറയും. ദ റൂം വിൽ ബി ക്ലീൻഡ് ബൈ സംബഡി ലേറ്റർ എന്നൊന്നും പറയണ്ട. ദ റൂം വിൽ ബി ക്ലീൻഡ് ലേറ്റർ എന്ന് പറഞ്ഞാൽ മതി. പാസീവ് വോയിസിൽ ആര് പ്രവൃത്തി ചെയ്യുന്നു എന്നതിനൊരു പ്രസക്തിയില്ല. ആരാണ് ചെയ്തതെന്ന് പറയാതെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പാസീവ് വേർബ് ഫോംസ് യൂസ് ചെയ്യുന്നത്. സാഹചര്യം കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. വി ഷുഡ് ഡു സംതിങ്. എന്തെങ്കിലും ചെയ്യണം എന്നല്ലേ പറയേണ്ടത്? ചെയ്യണം എന്ന് പറയുന്നതുകൊണ്ട് നമ്മളിവിടെ ഷുഡ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യും. വി ഷുഡ് ഡു സംതിങ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. സാഹചര്യം കൂടുതൽ വഷളാവുന്നതിന് മുമ്പ്. ബിഫോർ ദ സിറ്റുവേഷൻ ഗെറ്റ്സ് വേഴ്സ്. വി ഷുഡ് ഡു സംതിങ് ബിഫോർ ദ സിറ്റുവേഷൻ ഗെറ്റ്സ് വേഴ്സ്. കൂടുതൽ മോശമാവുക എന്നതിനാണ് നമ്മൾ ഗെറ്റ്സ് വേഴ്സ് എന്ന് പറയുന്നത്. വി ഷുഡ് ഡു സംതിങ് ബിഫോർ ദ സിറ്റുവേഷൻ ഗെറ്റ്സ് വേഴ്സ്. ഇതും ആക്റ്റീവ് വോയിസിലാണ്. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴോ? അപ്പോൾ ഈ ഷുഡ് ഡു എന്ന വെർബ് ഷുഡ് ബി ഡൺ ആയി മാറും. ഡു എന്നതിൻ്റെ V3 ആണ് ഡൺ. പാസീവ് വേർബ് ഫോംസ് നമ്മൾ എപ്പോഴും V3 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുക. അതിന് മുന്നിൽ മറ്റു വേർബ് ഫോംസും കാണും. ഷുഡ് ഡു എന്നതിൻ്റെ പാസീവ് വോയിസ് ആണ് ഷുഡ് ബി ഡൺ. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? സംതിങ് ആണ്. വി ഷുഡ് ഡു സംതിങ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നല്ലേ പറയുന്നത്. ഇനി ആ എന്തെങ്കിലും സംതിങ് അതാണ് നമ്മുടെ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക? സംതിങ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെൻറ്റൻസ് തുടങ്ങുന്നത്. സംതിങ് ഷുഡ് ബി ഡൺ ബിഫോർ ദ സിറ്റുവേഷൻ ഗെറ്റ്സ് വേഴ്സ്. അതിനൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല. സംതിങ് ഷുഡ് ബി ഡൺ ബിഫോർ ദ സിറ്റുവേഷൻ ഗെറ്റ്സ് വേഴ്സ്. ആരാണ് ചെയ്യേണ്ടതെന്ന് പിന്നെ നമ്മൾ പറയുന്നില്ല. എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ പറയുന്നത്.
നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നാണ് നമ്മൾ ആക്റ്റീവ് വോയിസിൽ പറഞ്ഞത്. വി ഷുഡ് ഡു സംതിങ്. ഇനി പാസീവ് വോയിസിൽ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ്. സംതിങ് ഷുഡ് ബി ഡൺ. സംതിങ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ആണ്. ഷുഡ് ഡു എന്നതിന്റെ പാസീവ് ഫോം ആണ് ഷുഡ് ബി ഡൺ എന്നത്. ഡുവിന്റെ V3 ആണ് ഡൺ. സംതിങ് ഷുഡ് ബി ഡൺ ബിഫോർ ദ സിറ്റുവേഷൻ ഗെറ്റ്സ് വേഴ്സ്. നമുക്ക് ഇത് വിശദീകരിക്കാനാവില്ല. വി കനോട്ട് എക്സ്പ്ലെയിൻ ദിസ്. നമുക്ക്, അതിന് നമ്മൾ ബി എന്ന് പറയും. നമുക്ക് ഇത് വിശദീകരിക്കാനാവില്ല. ഇത് ദിസ്. വി കനോട്ട് എക്സ്പ്ലെയിൻ ദിസ്. ഇത് ആക്റ്റീവ് വോയിസിലാണ്. കനോട്ട് എക്സ്പ്ലെയിൻ എന്നതിന്റെ പാസീവ് ഫോം എന്താണ്? കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ആണ്. കനോട്ട് എക്സ്പ്ലെയിൻ എന്നതിന്റെ പാസീവ് ഫോം. വി കനോട്ട് എക്സ്പ്ലെയിൻ ദിസ്. ഇത് ആക്റ്റീവ് വോയിസിലാണ്. ഇതിന്റെ പാസീവ് വോയിസിൽ വരുമ്പോൾ ദിസ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. നമുക്ക് ഇത് വിശദീകരിക്കാനാവില്ല. ഇത് വിശദീകരിക്കപ്പെടാനാവില്ല. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. നമ്മൾ മലയാളത്തിൽ തീർച്ചയായും ഇങ്ങനെ സംസാരിക്കില്ല, പക്ഷെ ഇംഗ്ലീഷിൽ ഇത് കോമൺ ആണ്. ദിസ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. കനോട്ട് എക്സ്പ്ലെയിൻ എന്നതിന്റെ പാസീവ് ഫോം ആണ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് എന്നത്. കുറെ അകലെ നിന്ന് തന്നെ മ്യൂസിക് കേൾക്കാമായിരുന്നു. നമ്മൾക്ക് കേൾക്കാമായിരുന്നു, അല്ലെ? വി കുഡ് ഹിയർ ദ മ്യൂസിക് ഫ്രം എ ലോങ് വേ എവേ. വി കുഡ് ഹിയർ ദ മ്യൂസിക് ഫ്രം എ ലോങ് വേ എവേ. കുറെ ദൂരെ നിന്ന്, കുറെ അകലെ നിന്ന് എന്നതിനാണ് ഫ്രം എ ലോങ് വേ എവേ എന്ന് പറയുന്നത്. ആ എക്സ്പ്രഷനൊക്കെ ഓർത്തിരിക്കാം. ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. വി കുഡ് ഹിയർ. എന്ത് കേൾക്കാമായിരുന്നു? മ്യൂസിക്. ദ മ്യൂസിക്. അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇവിടെ നമ്മൾ കുഡ് ഉപയോഗിച്ചത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. കേൾക്കാമായിരുന്നു എന്നാണ്. ഇപ്പോൾ കേൾക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ കേൾക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക വി ക്യാൻ ഹിയർ എന്നാണ്. വി കുഡ് ഹിയർ ദ മ്യൂസിക് ഫ്രം എ ലോങ് വേ എവേ എന്ന് പറയുമ്പോൾ നേരത്തെ എപ്പോഴോ ഉള്ള കാര്യമാണ്. ഞങ്ങൾക്ക് കുറേ ദൂരെ നിന്ന് തന്നെ ആ സംഗീതം കേൾക്കാമായിരുന്നു. ഇനി നമുക്കിതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് മ്യൂസിക്. എന്താണ് കേൾക്കാമായിരുന്നത്? മ്യൂസിക് ആണ് കേൾക്കാമായിരുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇനി ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുക? കുഡ് ഹിയർ എന്നതിൻ്റെ പാസീവ് ഫോം എന്താണ്? കുഡ് ബി ഹേർഡ്. ഹിയർ എന്നതിൻ്റെ V3 ആണ് ഹേർഡ്. കുഡിന് ശേഷം പിന്നെ നമ്മൾ ബി ഉപയോഗിച്ചു. കുഡ് ഹിയർ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് കുഡ് ബി ഹേർഡ് എന്നത്. ക്യാൻ ഹിയർ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ക്യാൻ ബി ഹേർഡ് എന്നത്. ദ മ്യൂസിക് കുഡ് ബി ഹേർഡ് ഫ്രം എ ലോങ് വേ എവേ. ഇതാണ് ഇതിൻ്റെ പാസീവ് ഫോം. ദ മ്യൂസിക് കുഡ് ബി ഹേർഡ് ഫ്രം എ ലോങ് വേ എവേ. ആർക്കാണ് പിന്നെ കേൾക്കുന്നത് എന്നൊന്നും പറയുന്നില്ല. പാസീവ് വോയിസിൽ ആരാണ് അതിൻ്റെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ നോർമലി മെൻഷൻ ചെയ്യാറില്ല. അതങ്ങനെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിലാണ് പാസീവ് വേർബ് ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് ഫോംസ് ആണ് യൂസ് ചെയ്യുക. അത് ആവശ്യമില്ലാതെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട് എന്നെല്ലാം പറയാൻ നമുക്ക് പാസീവ് വേർബ് ഫോംസ് യൂസ് ചെയ്യാം. പാസീവ് വോയിസിൽ ഒരു മോഡൽ വെർബിന് ശേഷമാണ് നമ്മൾ ബി യൂസ് ചെയ്യുന്നത്. പിന്നെ ബിക്ക് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് V3 ആണ്. മറ്റു വേർബ് ഫോംസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. V3 എന്ന് പറയുമ്പോൾ വെർബിൻ്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണത്. അപ്പോൾ ബിക്ക് ശേഷം നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം ഉപയോഗിക്കാൻ. എല്ലാ പാസീവ് വേർബ് ഫോംസും പാസ്റ്റ് പാർട്ടിസിപ്പിളിലാണ് അവസാനിക്കുന്നത്. ഏത് ടെൻസിലുള്ളതായാലും എല്ലാ പാസീവ് വേർബ് ഫോംസും പാസ്റ്റ് പാർട്ടിസിപ്പിളിലാണ് അവസാനിക്കുന്നത്. ഗവൺമെൻറ് ഇവിടെ ഒരു പുതിയ എയർപോർട്ട് നിർമ്മിക്കാൻ പോകുന്നു. ഗവൺമെൻറ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. The government is going to build a new airport here. അതാണ് ഇതിൻ്റെ ആക്റ്റീവ് ഫോം. ഗോയിങ് ടു ബിൽഡ്, നിർമ്മിക്കാൻ പോകുന്നു. ഇനി നമുക്ക് ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണമെന്ന് കരുതാം. അപ്പം നമ്മളത് എങ്ങനെയാണ് ചെയ്യുക? ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? എയർപോർട്ടാണ്. എന്താണ് നിർമ്മിക്കാൻ പോകുന്നത്? എയർപോർട്ടാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഒരു പുതിയ എയർപോർട്ട്, എ ന്യൂ എയർപോർട്ട്. അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. പാസീവ് വോയിസിലുള്ള സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് ഈ എയർപോർട്ട് എന്ന നൗണാണ് വരും. എ ന്യൂ എയർപോർട്ട് ഈസ് ഗോയിങ് ടു ബി ബിൽറ്റ് ഹിയർ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഈസ് ഗോയിങ്ങിന് വ്യത്യാസമൊന്നും വരുത്തിയില്ല. അതിന് പകരം നമ്മൾ ടു ബിൽഡ് എന്ന ഇൻഫിനിറ്റീവിൻ്റെ പാസീവ് ഫോം ഉപയോഗിച്ചു. ഒരു ഇൻഫിനിറ്റീവിൻ്റെ പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ബി ഉപയോഗിച്ചാണ്. ടു ബിൽഡിൻ്റെ പാസീവ് ഫോമാണ് ടു ബി ബിൽറ്റ്. ടു ഹിയറിൻ്റെ പാസീവ് ഫോമാണ് ടു ബി ഹേർഡ്. ടു സീയുടെ പാസീവ് ഫോമാണ് ടു ബി സീൻ. ഈ ന്യൂ എയർപോർട്ട് ഈസ് ഗോയിങ് ടു ബി ബിൽറ്റ് ഹിയർ. ഒരു പുതിയ എയർപോർട്ട് ഇവിടെ നിർമ്മിക്കപ്പെടാൻ പോകുന്നു. അതാണ് ഈ സെൻറ്റൻസിനർത്ഥം. ടു ബിൽഡ് എന്നതിൻ്റെ പാസീവ് ഫോമാണ് ടു ബി ബിൽറ്റ്. ശല്യം ചെയ്യരുത്, ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്നെ തനിയെ വിടണം. ഐ വാണ്ട് യു ടു ലീവ് മീ എലോൺ. ലീവ് മീ എലോൺ എന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ പറയാം, ഐ വാണ്ട് യു ടു ലീവ് മീ എലോൺ. ഇനി നമുക്കിതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ ടു ലീവ് എന്നതിന് പകരം നമ്മൾ എന്ത് പറയും? അതിൻ്റെ പാസീവ് ഫോം എന്താണ്? ടു ബി ലെഫ്റ്റ് ആണ്.
അപ്പോൾ ഇത് പാസീവ് ഫോമിൽ എങ്ങനെയാണ് നമ്മളിത് പറയാം? ഐ വാണ്ട് ടു ബി ലെഫ്റ്റ് അലോൺ. ടു ലീവ് എന്നതിൻ്റെ പാസീവ് ഫോമാണ് ടു ബി ലെഫ്റ്റ് എന്നത്. ലീവിൻ്റെ V3 ആണ് ലെഫ്റ്റ്. ഐ വാണ്ട് ടു ബി ലെഫ്റ്റ് അലോൺ. ആരാണ് എന്നെ വെറുതെ വിടേണ്ടത് എന്നൊന്നും പിന്നെ പറയുന്നില്ല. എന്നെ തനിച്ച് വിടണം, അത്രേ പറയുന്നുള്ളൂ. ഐ വാണ്ട് ടു ബി ലെഫ്റ്റ് അലോൺ. എല്ലാ ഇൻഫിനിറ്റീവ്സിൻ്റെയും പാസീവ് ഫോം നമ്മളിങ്ങനെ ബി ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ V3 ഉപയോഗിക്കും. നീ അവളോട് പറയണം. ആക്റ്റീവ് വോയിസിലാണ്. യു ഷുഡ് ടെൽ ഹർ. ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന മോഡൽ വെർബാണ് ഷുഡ്. മസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ മസ്റ്റും ഷുഡും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഷുഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ചെയ്താൽ നല്ലതാണ്, അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതെല്ലാമാണ് ഷുഡിനർത്ഥം. മസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കമ്പൽഷനാണ്, നിർബന്ധമാണ്. ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം വരും, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ച് ഉപയോഗിക്കാം. അങ്ങനെ ഒരു കുഴപ്പം വരും എന്നൊരു മീനിങ് ഒന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനില്ലെങ്കിൽ ഷുഡ് ഉപയോഗിക്കുക. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിയമങ്ങളെല്ലാം ആണെങ്കിൽ നമ്മളത് അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും നമുക്ക്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പറയാൻ മസ്റ്റ് ഉപയോഗിക്കാം. അതല്ലാതെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ആഗ്രഹം എന്നെല്ലാം പറയാൻ ഷുഡ് ഉപയോഗിക്കാം, മസ്റ്റ് ഉപയോഗിക്കേണ്ട അവിടെ. നീ അവളോട് പറയണം. യു ഷുഡ് ടെൽ ഹർ. ഇത് ആക്റ്റീവ് വോയിസിലാണ്. ഇനി ഇതിൻ്റെ പാസീവ് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുക? ഷുഡ് ടെൽ എന്നതിൻ്റെ പാസീവ് ഫോം എന്താണ്? ഷുഡ് ബി ടോൾഡ് ആണ്. ടെൽ എന്നതിൻ്റെ V3 ആണ് ടോൾഡ്. ഷുഡിന് പകരം പിന്നെ നമ്മൾ ഷുഡ് ബി ആണ് ഉപയോഗിക്കുക. യു ഷുഡ് ടെൽ ഹർ എന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ആരാണ്? ഹർ എന്ന പ്രൊനൗൺ ആണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലുള്ള സബ്ജക്റ്റായി വരുമ്പോൾ പിന്നെ നമുക്ക് ഹർ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ആ പ്രൊനൗണിൻ്റെ സബ്ജക്റ്റ് ഫോം യൂസ് ചെയ്യണം. അത് ഷീ ആണ്. ഷീ ഷുഡ് ബി ടോൾഡ്. ആരെങ്കിലും അവളെ അറിയിക്കണമായിരുന്നു. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ചെയ്യണമായിരുന്നു പക്ഷെ ചെയ്തില്ല. ആരെങ്കിലും, സംബഡി, അവളെ അറിയിക്കണമായിരുന്നു. സംബഡി ഷുഡ് ഹാവ് ഇൻഫോംഡ് ഹർ. ആരെങ്കിലും അവളെ അറിയിക്കണമായിരുന്നു. സംബഡി ഷുഡ് ഹാവ് ഇൻഫോംഡ് ഹർ. ഒരു കാര്യം, ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ല, ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ഷുഡ് ഹാവ് പ്ലസ് V3. ഷുഡ് ഇൻഫോം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ചെയ്യണം എന്നാണ്, അവളെ അറിയിക്കണം എന്നാണ്. ഷുഡ് ഹാവ് ഇൻഫോംഡ് എന്ന് പറയുമ്പോഴോ അതിനർത്ഥം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല എന്നാണ് അതിനർത്ഥം. സംബഡി ഷുഡ് ഹാവ് ഇൻഫോംഡ് ഹർ. ആരെങ്കിലും അവളെ അറിയിക്കേണ്ടതായിരുന്നു പക്ഷെ അറിയിച്ചില്ല, അതാണ് ഈ സെൻറ്റൻസിനർത്ഥം. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴോ ഷുഡ് പ്ലസ് V1 അല്ല ഇവിടുത്തെ വെർബ്. അതിന് പകരം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഷുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഇങ്ങനെ ഈ ഷുഡ് ഹാവ് പ്ലസ് V3യെ ഇനി പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ഹാവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ബീൻ ആണ്, ബി അല്ല. ഷീ ഷുഡ് ഹാവ് ബീൻ ഇൻഫോംഡ്. ഓർത്തിരിക്കണം ഈ സ്ട്രക്ചേഴ്സ്. ഹാവ് പ്ലസ് V3 അത് പെർഫെക്റ്റ് ടെൻസസിൽ വരുന്ന ഒരു വെർബാണിത്. ഇങ്ങനെ ഹാവ് പ്ലസ് V3യെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന വെർബ് ഹാവ് ബീൻ പ്ലസ് V3 ആണ്. ഷീ ഷുഡ് ഹാവ് ബീൻ ഇൻഫോംഡ്. ഷുഡ് ഹാവ് ഇൻഫോംഡ് എന്നതിന് പകരം നമ്മൾ ഷുഡ് ഹാവ് ബീൻ ഇൻഫോംഡ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഇതിനിടയിൽ ഹാവിന് ശേഷം ഒരു ബീൻ എന്ന വെർബ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഷീ ഷുഡ് ഹാവ് ബീൻ ഇൻഫോംഡ്. പെർഫെക്റ്റ് ടെൻസസ് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടെൻസസ് ആണ് പെർഫെക്റ്റ് ടെൻസസ്. ഹാവ് ആവാം, ഹാസ് ആവാം, ഹാഡ് ആവാം. ഈ പെർഫെക്റ്റ് ടെൻസസ് എല്ലാം നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ബീൻ ആണ്, ബിയോ ബീയിങ്ങോ അല്ല. ഷീ ഷുഡ് ഹാവ് ബീൻ ഇൻഫോംഡ്. നീ ആ കാർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ സ്റ്റീരിയോ മോഷ്ടിക്കപ്പെടില്ലായിരുന്നു. കഴിഞ്ഞു പോയൊരു കാര്യമാണ്. കാർ ലോക്ക് ചെയ്തില്ല, സ്റ്റീരിയോ മോഷ്ടിക്കപ്പെടുകയും ചെയ്തു. ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, കാർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സ്റ്റീരിയോ മോഷ്ടിക്കപ്പെടില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 3 കണ്ടീഷനാണ്. നമ്മളിതിനെക്കുറിച്ചെല്ലാം ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഷുഡിൻ്റെ യൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്, മസ്റ്റിൻ്റെ യൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടീഷണൽ ക്ലോസസ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവർ തീർച്ചയായും ആ വീഡിയോസ് കണ്ടു നോക്കൂ. എങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാർ ലോക്ക് ചെയ്തില്ല, സ്റ്റീരിയോ മോഷ്ടിക്കപ്പെടുകയും ചെയ്തു. അതാണ് റിയാലിറ്റി. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? കാർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സ്റ്റീരിയോ മോഷ്ടിക്കപ്പെടില്ലായിരുന്നു എന്നാണ്. ഒരു ഇമാജിനറി സിറ്റുവേഷനാണ്. അത് നീ ചെയ്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാം. ഇങ്ങനെ ഇമാജിനറി ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 3 കണ്ടീഷണലാണ്. ടൈപ്പ് 3 കണ്ടീഷനിൽ നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3യോ മൈറ്റ് ഹാവ് പ്ലസ് V3യോ ഉപയോഗിക്കും. നീ കാർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് ലോക്ക്ഡ് ദ കാർ, നിന്റെ സ്റ്റീരിയോ മോഷ്ടിക്കപ്പെടില്ലായിരുന്നു. മോഷ്ടിക്കപ്പെടില്ലായിരുന്നു എന്നല്ലേ പറയേണ്ടത്? അത് തന്നെ പാസീവ് വോയിസ് ആണ്. അവർ നിന്റെ സ്റ്റീരിയോ മോഷ്ടിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസിലാണ്. അതെങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസിൽ എങ്ങനെയാണ് പറയാം?
If you had locked the car, they would not have stolen your stereo. If you had locked the car, they would not have stolen your stereo. ഇത് ആക്റ്റീവ് വോയിസിലാണ്. പാസീവ് വോയിസിൽ പറയുമ്പോൾ പിന്നെ നമ്മൾ they ഒന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മളത് ഇങ്ങനെ പറയാം. If you had locked the car, your stereo would not have been stolen. would not have stolen എന്നതിൻ്റെ പാസീവ് ഫോം ആണ് would not have been stolen എന്നത്. ഹാവിന് ശേഷം നമ്മൾ ബീൻ ഉപയോഗിച്ചു. അങ്ങനെയാണ് ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. ഇഫ് യു ഹാഡ് ലോക്ക് ദ കാർ യുവർ സ്റ്റീരിയോ വുഡ് നോട്ട് ഹാവ് ബീൻ സ്റ്റോളൻ. വുഡ് നോട്ട് ഹാവ് സ്റ്റോളൻ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് വുഡ് നോട്ട് ഹാവ് ബീൻ സ്റ്റോളൻ എന്നത്. എനിക്ക് ലെറ്റർ കിട്ടിയിട്ടില്ല. ഐ ഹാവിൻ റിസീവ്ഡ് ദ ലെറ്റർ. അത് തെറ്റായ അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടായിരിക്കാം. അത് അയച്ചവരാരോ അവരത് തെറ്റായ അഡ്രസ്സിലേക്ക് ആയിരിക്കാം അയച്ചിട്ടുണ്ടായിരുന്നത്. ദേ മൈറ്റ് ഹാവ് സെൻഡ് ഇറ്റ് ടു ദ റോങ് അഡ്രസ്. I haven't received the letter yet. അല്ലെങ്കിൽ I didn't receive the letter yet. They might have sent it to the wrong address. അതാണ് ആക്റ്റീവ് ഫോം. They might have sent it to the wrong address. അവർ തെറ്റായ അഡ്രസ്സിലേക്ക് അത് അയച്ചിട്ടുണ്ടായിരിക്കാം. ഈ might have sent എന്നതിൻ്റെ പാസീവ് ഫോം ആണ് might have been sent എന്നത്. It might have been sent to the wrong address. തെറ്റായ അഡ്രസ്സിലേക്ക് അത് അയക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അവരയച്ചിട്ടുണ്ടായിരിക്കാം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ചത് they might have sent എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി അതിൻ്റെ ആ might have sent എന്നതിൻ്റെ പാസീവ് ഫോം ആണ് might have been sent. It might have been sent to the wrong address. തെറ്റായ അഡ്രസ്സിലേക്ക് അത് അയച്ചിട്ടുണ്ടായിരിക്കാം. ഇവിടെ എല്ലാം നമ്മൾ പാസീവ് ഫോം ഉണ്ടാക്കുന്നത് ഹാവിന് ശേഷം ബീൻ ഉപയോഗിച്ചിട്ടാണ്. ആക്റ്റീവ് വെർബിൽ ഹാവ് വരുന്ന സമയത്ത് അതിൻ്റെ പാസീവ് വെർബ് ഉണ്ടാക്കാൻ നമ്മൾ ബീൻ ഉപയോഗിക്കണം. ആക്റ്റീവ് വെർബിൽ ഹാവ് ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പാസീവ് വോയിസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബി ആണ്, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിൽ ബീയിങ് ആണ് ഉപയോഗിക്കുന്നത്. ആക്റ്റീവ് വെർബിൽ ഹാവ് വരുമ്പോൾ അതിൻ്റെ പാസീവ് ഫോം ഉണ്ടാക്കാൻ ഹാവിന് ശേഷം ബീൻ വേണം ഉപയോഗിക്കാൻ. ബീനിന് ശേഷം ബിക്ക് ആയാലും ബീനായാലും ബീയിങ് ആയാലും അതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന V3 ആണ്. എപ്പോഴും പാസീവ് വെർബ് ഫോംസ് V3യിലാണ് അവസാനിക്കുക. ആദ്യം ഞങ്ങൾ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. വി ഫേസ്ഡ് സം പ്രോബ്ലംസ് അറ്റ് ഫസ്റ്റ് എന്ന് പറയാം. ഞങ്ങൾ ഫേസ് ചെയ്തിരുന്നു. വി ഫേസ്ഡ് സം പ്രോബ്ലംസ് അറ്റ് ഫസ്റ്റ്. അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക തന്നെ ചെയ്തു, അങ്ങനെയെല്ലാം പറയണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയാം. വി ഡിഡ് ഫേസ് സം പ്രോബ്ലംസ് അറ്റ് ഫസ്റ്റ്. വി ഡിഡ് ഫേസ്. ഈ ഡിഡ് ഫേസ് എന്ന് പറയുന്നത് ഫേസ്ഡ് തന്നെയാണ്. ഫേസ്ഡ് എന്നതിൻ്റെ കുറച്ചുകൂടി എംഫാറ്റിക് ആയ ഫോമാണ് ഡിഡ് ഫേസ്. ഞങ്ങൾ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക തന്നെ ചെയ്തു. അതാണ് ഈ ഡിഡ് ഫേസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് പറയണമെന്ന് കരുതുക. അപ്പോൾ നമുക്ക് വി ഡു ഫേസ് എന്ന് പറയാം. വി ഫേസ് എന്ന് പറഞ്ഞാലും മതി. അതിന് കുറച്ചുകൂടി ഒരു ഫോഴ്സ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഡു ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പാസ്റ്റ് ടെൻസിൽ ഫേസ്ഡ് എന്നതിന് പകരം നമുക്ക് ഡിഡ് ഫേസ് ഉപയോഗിക്കാം. ഡിഡിന് ശേഷം പിന്നെ V1 വേണം ഉപയോഗിക്കാൻ. പിന്നെ അവിടെ ഡിഡ് ഫേസ്ഡ് എന്ന് പറയരുത്. വി ഡിഡ് ഫേസ് സം പ്രോബ്ലംസ് അറ്റ് ഫസ്റ്റ് ബട്ട് ദേ ഹാവ് ബീൻ സോൾവ്ഡ്. അവർ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ആ പ്രശ്നങ്ങൾ. വി ഹാവ് സോൾവ്ഡ് ദ പ്രോബ്ലംസ്, അതാണ് അതിൻ്റെ ആക്റ്റീവ് ഫോം. ദേ ഹാവ് ബീൻ സോൾവ്ഡ്. ഇവിടെ ദേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളെയല്ല, ആ പ്രശ്നങ്ങളെയാണ്. വി ഡിഡ് ഫേസ് സം പ്രോബ്ലംസ് അറ്റ് ഫസ്റ്റ് ബട്ട് ദേ ഹാവ് ബീൻ സോൾവ്ഡ്. വി ഹാവ് സോൾവ്ഡ് ദ പ്രോബ്ലംസ് എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഹാവ് ബീൻ സോൾവ്ഡ് എന്നത്. ഫേസ്ഡ് എന്നതിൻ്റെ എംഫാറ്റിക് ഫോം ആണ് ഡിഡ് ഫേസ് എന്നത്. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരോ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എയർലൈൻ ആയിരിക്കാം, എയർപോർട്ട് അതോറിറ്റീസ് ആയിരിക്കാം. ദേ ഹാവ് ക്യാൻസൽ ദ ഫ്ലൈറ്റ്. നമുക്കത് അങ്ങനെ പറയാം. ആരാണ് എന്ന് വ്യക്തമല്ല. ദേ അതൊരു ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്. ആരോ എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊനൗൺ ആണ് ദേ. ദേ ഹാവ് ക്യാൻസൽ ദ ഫ്ലൈറ്റ്. അവർ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ പാസീവ് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുക? ഞാൻ പറഞ്ഞല്ലോ, ആക്റ്റീവ് വോയിസിൽ ഹാവ് വരുമ്പോൾ അതിൻ്റെ പാസീവ് ഫോം ഉണ്ടാക്കാൻ നമുക്ക് ബീൻ ഉപയോഗിക്കണം. ഹാവിന് ശേഷം ബീൻ ഉപയോഗിക്കണം. ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഫ്ലൈറ്റ്. ഇനി ആ ഫ്ലൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ദ ഫ്ലൈറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹാവ് ക്യാൻസൽഡ് എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഹാവ് ബീൻ ക്യാൻസൽഡ് എന്നത്. ഇവിടെ നമ്മൾ ഹാസ് ബീൻ ക്യാൻസൽഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഫ്ലൈറ്റ് ആണ്. അതൊരു സിംഗുലർ നൗൺ ആണ്. ഇത് നമ്മൾ എപ്പോഴും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം. ആക്റ്റീവ് വോയിസിൽ ഒരു പക്ഷേ നമ്മൾ ഹാവ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആക്റ്റീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് ഒരു പ്ലൂറൽ നൗണോ പ്രൊനൗണോ ആയിരിക്കാം, അല്ലെങ്കിൽ അയ്യോ യുവോ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക.
പക്ഷേ ആക്റ്റീവ് വോയിസിൻ്റെ ഒബ്ജക്റ്റ് ഒരു സിംഗുലർ നൗൺ ആണെങ്കിൽ പിന്നെ ആ ഒരു സിംഗുലർ നൗൺ ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഹാവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ഹാവ് നമുക്ക് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളവിടെ ഹാസ് വേണം ഉപയോഗിക്കാൻ. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ ദേ ഹാവ് ക്യാൻസൽ ദ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. സബ്ജക്റ്റ് ദേ എന്ന പ്ലൂരൽ പ്രൊനൗൺ ആണ്, അതുകൊണ്ട് നമ്മളവിടെ ഹാവ് ഉപയോഗിച്ചു. രണ്ടാമത്തെ സെൻറ്റൻസിൽ അതിൻ്റെ പാസീവ് ഫോമിൽ നമ്മൾ സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലൈറ്റ് എന്ന സിംഗുലർ എക്സ്പ്രഷനാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ ഹാവിൻ്റെ ഇക്വാലൻ്റ് ആയ പ്രൈമറി ഓക്സിലറി വെർബാണ് ഹാസ്. അപ്പോൾ നമ്മൾ അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. ദ ഫ്ലൈറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഹാവ് ക്യാൻസൽഡ് എന്നതിൻ്റെ പാസീവ് ഫോമാണ് ഹാവ് ബീൻ ക്യാൻസൽഡ് അല്ലെങ്കിൽ ഹാസ് ബീൻ ക്യാൻസൽഡ്. ഞാൻ പാർട്ടിക്ക് പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. അതിന് കാരണം അവരെന്നെ ക്ഷണിച്ചിട്ടില്ല. ദേ ഹാവ് നോട്ട് ഇൻവൈറ്റഡ് മീ. അതാണ് കാരണം. ഐ എം നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. ഞാൻ പോകുന്നില്ല. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്, പക്ഷെ തീരുമാനം ഇപ്പോഴേ ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ എം നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. ഐ വിൽ നോട്ട് ഗോ ടു ദ പാർട്ടി എന്നല്ല നമ്മൾ പറയുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. ഇതൊരു പേഴ്സണൽ ഡിസിഷനാണ്. ഞാൻ ഇപ്പോഴേ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. സംഭവം നടക്കാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ തീരുമാനം ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ എം നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. അവരെന്നെ ക്ഷണിച്ചിട്ടില്ല. ദേ ഹാവ് നോട്ട് ഇൻവൈറ്റഡ് മീ. ഇനി നമുക്കിതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയണം. അവരെന്നെ ക്ഷണിച്ചിട്ടില്ല എന്നത് ആക്റ്റീവ് വോയിസ് ആണ്. ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പാസീവ് വോയിസ് ആണ്. നമ്മളത് എങ്ങനെ പറയും? ഹാവ് നോട്ട് ഇൻവൈറ്റഡ് എന്നതിൻ്റെ പാസീവ് വെർബ് എന്താണ്? ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ് ആണ്. ഹാവിന് ശേഷം നമ്മൾ എപ്പോഴും ബീൻ ഉപയോഗിച്ചാണ് പാസീവ് വെർബ് ഫോംസ് ഉണ്ടാക്കുന്നത്. ഐ ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ല. ഐ ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. ഇവിടെ നമ്മൾ ഹാവ് തന്നെയാണ് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ആക്റ്റീവ് വോയിസിൻ്റെ സബ്ജക്റ്റായിട്ട് വന്നത് ദേ എന്ന പ്ലൂരൽ പ്രൊനൗൺ ആണ്. പാസീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് ഐ എന്ന സിംഗുലർ പ്രൊനൗൺ ആണ്. പക്ഷേ ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഹാസ് അല്ല, ഹാവ് ആണ്. കാർപ്പറ്റ് നന്നായി പോകുന്നു, നന്നായി തോന്നുന്നു. ദ കാർപ്പറ്റ് ലുക്സ് നൈസ്. നല്ല വൃത്തിയുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നർത്ഥം. ദ കാർപ്പറ്റ് ലുക്സ് നൈസ്. അത് വൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. അവരത് വൃത്തിയാക്കിയിട്ടുണ്ട്. They have cleaned it. The carpet looks nice. They have cleaned it. അല്ലെങ്കിൽ somebody has cleaned it. നമുക്കിവിടെ they have cleaned it എന്ന് പറയാം, അല്ലെങ്കിൽ somebody has cleaned it എന്ന് പറയാം. ഇത് ആക്റ്റീവ് വോയിസിലാണ്. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണമെങ്കിലോ അപ്പോൾ അതെങ്ങനെയാ പറയാം? ആക്റ്റീവ് വോയിസിലുള്ളതിൻ്റെ ഒബ്ജക്റ്റ് എന്തോ അതാണ് പാസീവ് വോയിസിലുള്ളതിൻ്റെ സബ്ജക്റ്റായി മാറാം. ഇവിടുത്തെ ഒബ്ജക്റ്റായിട്ട് നമുക്ക് ഇറ്റ് എന്ന പ്രൊനൗണിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാർപ്പറ്റ് എന്ന നൗണിനെ ഉപയോഗിക്കാം. നമ്മളിവിടെ ഇറ്റ് ഉപയോഗിച്ചാണ് പറയുന്നതെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കിട്ടുക. ഇറ്റ് ഹാസ് ബീൻ ക്ലീൻഡ്. അത് വൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ ക്ലീൻഡ്. ഹാസ് ക്ലീൻഡ് എന്നതിൻ്റെ പാസീവ് ഫോമാണ് ഹാസ് ബീൻ ക്ലീൻഡ്. ഹാസ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് ഇറ്റ് ആണ്. ഇറ്റ് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായി നമ്മൾ സംബടി എന്ന സിംഗുലർ എക്സ്പ്രഷൻ ഉപയോഗിച്ചപ്പോൾ അവിടെയും നമ്മൾ ഉപയോഗിച്ച വെർബ് ഹാസ് ആണ്. പക്ഷേ സംബടിക്ക് പകരം നമ്മൾ ദേ ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ദേ ഹാവ് ക്ലീൻഡ് ഇറ്റ് എന്നാണ്. ആരോ നമ്മളെ പിന്തുടരുന്നുണ്ട്. സംബഡി ഈസ് ഫോളോയിങ് അസ്. ആരോ നമ്മളെ പിന്തുടരുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുക? ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളൊരു വെർബാണ്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്തോ അത് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അസ് എന്നതൊരു ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. സബ്ജക്റ്റ് ആയിട്ട് മാറ്റുമ്പോൾ അസ് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ അതിൻ്റെ സബ്ജക്റ്റ് ഫോമായി വി ഉപയോഗിക്കും. ഈസ് ഫോളോയിങ് എന്ന വെർബിൻ്റെ പാസീവ് ഫോം എന്താണ്? ഒരു ING ഫോമിൻ്റെ പാസീവ് ഫോം നിർമ്മിക്കാൻ നമ്മൾ എപ്പോഴും ബീയിങ് ആണ് ഉപയോഗിക്കുക. പിന്നെ ബീയിങ്ങിന് ശേഷം B3 തന്നെ വരും. പക്ഷേ ഒരു ING ഫോം, ആക്റ്റീവ് വോയിസിൽ ഒരു ING ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ പാസീവ് വോയിസ് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബീയിങ് ആണ്. വി ആർ ബീയിങ് ഫോളോഡ്. സംബഡി ഈസ് ഫോളോയിങ് അസ് എന്നതിൻ്റെ പാസീവ് ഫോം ആണ് വി ആർ ബീയിങ് ഫോളോഡ്. നമ്മളെ ആരോ പിന്തുടരുന്നുണ്ട്. ഇവിടെ ഈസ് എന്ന വെർബിന് പകരം നമ്മൾ ആർ ഉപയോഗിച്ചു. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണ്. വി ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ആറിന് ശേഷം ബീയിങ് എന്ന ING ഫോം നമ്മൾ യൂസ് ചെയ്തു. പിന്നെ ആക്റ്റീവ് വെർബിലുള്ള ആ ഒരു ആക്ഷൻ വേർഡ് എന്തോ അതിൻ്റെ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൂടി ഉപയോഗിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ പാസീവ് വെർബ് ഫോം ഉണ്ടാക്കുന്നത്. ഒരു ING ഫോമിൻ്റെ പാസീവ് വെർബ് ഫോം ഉണ്ടാക്കാൻ നമുക്ക് എപ്പോഴും ബീയിങ് ഉപയോഗിക്കേണ്ടി വരും. വി ആർ ബീയിങ് ഫോളോഡ്. ആക്റ്റീവ് വോയിസിൽ ഹാവ് ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ബീൻ ആണ്. ആക്റ്റീവ് വോയിസിൽ ഒരു ING ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ പാസീവ് ഫോമായി നമ്മൾ ഉപയോഗിക്കുന്നത് ബീയിങ് ആണ്. വി ആർ ബീയിങ് ഫോളോഡ്. ഞങ്ങൾ വീട് പെയിൻറ് ചെയ്യുകയാണ്. ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പം നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്.
വി ആർ പെയിൻറ്റിങ് ദ ഹൗസ്, ഞങ്ങൾ വീട് പെയിൻറ് ചെയ്യുകയാണ്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് ഹൗസ്. ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ദ ഹൗസ്, പിന്നെ ING ഫോമിൻ്റെ പാസീവ് വെർബ് ഫോം ഉണ്ടാക്കാൻ നമുക്ക് എപ്പോഴും ബീയിങ് ഉപയോഗിക്കണം. ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ്. പെയിൻറ്റിങ് എന്ന വെർബിൻ്റെ V3 ആണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുക. ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ്. ഇവിടെ നമ്മൾ ഈസ് ആണ് ഉപയോഗിച്ചത്, കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഹൗസ് എന്ന സിംഗുലർ നൗൺ ആണ്. ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് വി എന്ന പ്ലൂരൽ പ്രൊനൗൺ ആയിരുന്നു, അതുകൊണ്ട് നമ്മളവിടെ ആർ ഉപയോഗിച്ചു. പാസീവ് വോയിസിലുള്ള സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഹൗസ് എന്ന സിംഗുലർ നൗൺ ആണ്, അതുകൊണ്ട് നമ്മളിവിടെ ഈസ് ആണ് ഉപയോഗിക്കുന്നത്. ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ്. വീട് പെയിൻറ് ചെയ്യപ്പെടുകയാണ്. എപ്പോഴും ഒരു ING ഫോമിൻ്റെ പാസീവ് ഫോം നിർമ്മിക്കാൻ നമുക്ക് ബീയിങ് ഉപയോഗിക്കേണ്ടി വരും. ബീയിങ്ങിന് ശേഷം പിന്നെ നമ്മൾ V3 ആണ് ഉപയോഗിക്കുക. അടുത്ത മീറ്റിങ്ങിൽ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കും. വി വിൽ ടേക്ക്. എന്തെടുക്കും? ഒരു തീരുമാനം, എ ഡിസിഷൻ. വി വിൽ ടേക്ക് എ ഡിസിഷൻ അറ്റ് ദ നെക്സ്റ്റ് മീറ്റിംഗ്. വി വിൽ ടേക്ക് എ ഡിസിഷൻ അറ്റ് ദ നെക്സ്റ്റ് മീറ്റിംഗ്. വിൽ ടേക്ക് എന്നതിൻ്റെ പാസീവ് ഫോം എന്താണ്? വിൽ ബി ടേക്കൺ ആണ് വിൽ ടേക്ക് എന്നതിൻ്റെ പാസീവ് ഫോം. എന്തെടുക്കുക എന്നാണ് പറയുന്നത്? ഡിസിഷൻ ആണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. എ ഡിസിഷൻ വിൽ ബി ടേക്കൺ അറ്റ് ദ നെക്സ്റ്റ് മീറ്റിംഗ്. പിന്നെ ബൈ അസ് എന്നൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. ഒരു തീരുമാനം, അടുത്ത മീറ്റിംഗിൽ ഒരു തീരുമാനം എടുക്കപ്പെടും. അതാണ് ഈ സെൻറ്റൻസിന് അർത്ഥം. എ ഡിസിഷൻ വിൽ ബി ടേക്കൺ അറ്റ് ദ നെക്സ്റ്റ് മീറ്റിംഗ്. വിൽ ബി ടേക്കൺ, വിൽ ടേക്ക് എന്നതിൻ്റെ പാസീവ് ഫോം ആണ് വിൽ ബി ടേക്കൺ. ഈ റോഡ് എത്രയോ നേരത്തെ നേരെയാക്കേണ്ടതായിരുന്നു. അവർ നേരെയാക്കേണ്ടതായിരുന്നു എന്ന രീതിയിൽ നമുക്ക് പറയാം. ദേ ഷുഡ് ഹാവ് റിപ്പയർഡ് ദിസ് റോഡ്, അല്ലെങ്കിൽ ദ റോഡ് എ ലോങ് ടൈം എഗോ. എത്രയോ നേരത്തെ, ഒരുപാട് മുമ്പ് തന്നെ നേരെയാക്കേണ്ടതായിരുന്നു. ഷുഡ് ഹാവ് റിപ്പയർഡ് എന്നതിൻ്റെ പാസീവ് ഫോം എന്താണ്? ഷുഡ് ഹാവ് ബീൻ റിപ്പയർഡ് ആണ്. ഹാവ് റിപ്പയർഡ് എന്നതിൻ്റെ പാസീവ് ഫോം ഹാവ് ബീൻ റിപ്പയർഡ് ആണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പറയാം? ഒബ്ജക്റ്റ് ഇവിടെ ദ റോഡ് അല്ലേ? ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ദ റോഡ് ഷുഡ് ഹാവ് ബീൻ റിപ്പയർഡ് എ ലോങ് ടൈം എഗോ. ദ റോഡ് ഷുഡ് ഹാവ് ബീൻ റിപ്പയർഡ് എ ലോങ് ടൈം എഗോ. ഇവിടെ സബ്ജക്റ്റ് റോഡ് എന്ന സിംഗുലർ നൗൺ ആണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാവ് തന്നെയാണ്. കാരണം ആ ഹാവ് വന്നിട്ടുള്ളത് ഷുഡിന് ശേഷമാണ്. ഒരു മോഡൽ വെർബിന് ശേഷം നമുക്ക് ഹാസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ ആവട്ടെ. മോഡൽ വെർബ്സ് നമ്മൾ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയും യൂസ് ചെയ്യും, പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയും യൂസ് ചെയ്യും. മോഡൽ വെർബിന് ശേഷം എപ്പോഴും ഹാവ് തന്നെ വേണം ഉപയോഗിക്കാൻ. അതിനുശേഷം നമുക്ക് ഹാസോ ഹാഡോ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മോഡൽ വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ഡു ആണ്. ഡസ്, ഡിഡ് അതൊന്നും നമ്മൾ മോഡൽ വെർബ്സിന് ശേഷം ഉപയോഗിക്കില്ല. ഷുഡ് ഡു എന്നാണ് പറയുക. ഷുഡ് ഡിഡ് എന്നോ ഷുഡ് ഡസ് എന്നോ ഒന്നും നമ്മൾ പറയില്ല. ദ റോഡ് ഷുഡ് ഹാവ് ബീൻ റിപ്പയർഡ് എ ലോങ് ടൈം എഗോ. നീ ആ നായയെ പ്രകോപിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് കടി കിട്ടില്ലായിരുന്നു. നായയെ പ്രകോപിപ്പിച്ചു, കടി കിട്ടുകയും ചെയ്തു. നമ്മളിവിടെ സംസാരിക്കുന്ന ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ കടി കിട്ടില്ലായിരുന്നു, ആ നായ നിന്നെ കടിക്കില്ലായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇങ്ങനെ ഇമാജിനറി ആയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 3 കണ്ടീഷനാണ്. ഞാൻ അതിൻ്റെ ഫോം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈപ്പ് 3 കണ്ടീഷൻ നമ്മൾ ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 അതാണ് ഉപയോഗിക്കുക. ഞാൻ എഴുതിയത് പ്രകോപിപ്പിച്ചില്ലെങ്കിൽ എന്നാണ്, പ്രകോപിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത്. നീ ആ നായയെ പ്രകോപിപ്പിച്ചില്ലായിരുന്നെങ്കിൽ. ഇഫ് യു ഹാഡ് നോട്ട് ടീസ്ഡ് ദ ഡോഗ്. ടീസ്ഡ് എന്നോ നമുക്ക് പ്രൊവോക്ഡ് എന്നോ പറയാം. ഇഫ് യു ഹാഡ് നോട്ട് ടീസ്ഡ് ദ ഡോഗ് ഇറ്റ് വുഡ് നോട്ട് ഹാവ് ബിറ്റൺ യു. അത് നിന്നെ കടിക്കില്ലായിരുന്നു. വുഡ് ഹാവ് ബിറ്റൺ യു എന്ന് പറയുമ്പോൾ അത് നിന്നെ കടിക്കുമായിരുന്നു എന്നാണ് അർത്ഥം. കടിക്കില്ലായിരുന്നു എന്ന് പറയാൻ നമ്മൾ വുഡിന് ശേഷം നോട്ട് ഉപയോഗിക്കും. ഇറ്റ് വുഡ് നോട്ട് ഹാവ് ബിറ്റൺ യു. അത് നിന്നെ കടിക്കില്ലായിരുന്നു. ഇനി നമുക്കിതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണമെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വുഡ് നോട്ട് ഹാവ് ബിറ്റൺ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് വുഡ് നോട്ട് ഹാവ് ബീൻ ബിറ്റൺ എന്നത്. ഹാവ് ബിറ്റൺ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഹാവ് ബീൻ ബിറ്റൺ. ഇവിടുത്തെ ഒബ്ജക്റ്റ് യു ആണ് അല്ലേ? നിന്നെയാണ് കടിച്ചത്. പാസീവ് വോയിസിലുള്ള ക്ലോസിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരിക ഈ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പറയാം. ഇഫ് യു ഹാഡ് ഇൻ ടീസ്ഡ് ദ ഡോഗ് യു വുഡിൻ ഹാവ് ബീൻ ബിറ്റൺ. നീ കടിക്കപ്പെടില്ലായിരുന്നു. യു വുഡ് നോട്ട് ഹാവ് ബീൻ ബിറ്റൺ. വുഡ് നോട്ട് ഹാവ് ബിറ്റൺ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് വുഡ് നോട്ട് ഹാവ് ബീൻ ബിറ്റൺ എന്നത്. വളരെ ലെങ്തി ആയ ഒരു വെർബല്ലേ എന്ന് തോന്നും, കാര്യമായിട്ടൊന്നുമില്ല. ഹാവ് ബിറ്റൺ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഹാവ് ബീൻ ബിറ്റൺ. ഇത് ഓർത്തിരിക്കുക. പിന്നെ വുഡ് നോട്ട് കൂടി അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. നമ്മൾ ഇമാജിനറി ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാനാണ് ഇങ്ങനെ വുഡ് ഹാവ് പ്ലസ് V3 നമ്മൾ യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3യും മൈറ്റ് ഹാവ് പ്ലസ് V3യും എല്ലാം ഉപയോഗിക്കാം സാഹചര്യത്തിനനുസരിച്ച്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വുഡാണ്. വുഡ് നോട്ട് ഹാവ് ബിറ്റൺ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് വുഡ് നോട്ട് ഹാവ് ബീൻ ബിറ്റൺ എന്നത്. എൻ്റെ ഫോൺ അപ്രത്യക്ഷമായിരിക്കുന്നു. മൈ ഫോൺ ഹാസ് ഡിസപ്പിയർഡ്.
അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആരോ അത് മോഷ്ടിച്ചിട്ടുണ്ട്. സംബഡി ഹാസ് സ്റ്റോളൻ ഇറ്റ്, അല്ലേ? ഇനി അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. ഹാസ് സ്റ്റോളൻ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഹാസ് ബീൻ സ്റ്റോളൻ എന്നത്. ഇറ്റ് ഹാസ് ബീൻ സ്റ്റോളൻ. മൈ ഫോൺ ഹാസ് ഡിസപ്പിയർഡ്. ഇറ്റ് ഹാസ് ബീൻ സ്റ്റോളൻ. അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആരോ അത് മോഷ്ടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാസീവ് വോയിസിൽ ബിയും അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസും എങ്ങനെ യൂസ് ചെയ്യും എന്നാണ് നോക്കിയത്. ആക്റ്റീവ് വെർബിൽ ഹാവ് വരുമ്പോൾ അതിൻ്റെ പാസീവ് ഫോം ഉണ്ടാക്കാൻ നമ്മൾ ബീൻ ഉപയോഗിക്കും. ആക്റ്റീവ് വെർബിൽ ഒരു ING ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ പാസീവ് ഫോം ഉണ്ടാക്കാൻ നമ്മൾ ബീയിങ് ആണ് ഉപയോഗിക്കുക. ഇത് രണ്ടുമില്ലാതെ ആക്റ്റീവ് വോയിസിൽ നമുക്കുള്ള ഒരു മോഡൽ വെർബാണെന്ന് കരുതാം. ഷുഡ്, കുഡ്, മേ, മൈറ്റ് അതുപോലുള്ള ഒരു മോഡൽ വെർബും അതിനുശേഷം ഒരു V1 ആണ് നമുക്കുള്ളതെങ്കിൽ അതിൻ്റെ പാസീവ് ഫോം ഉണ്ടാക്കാൻ നമ്മൾ ബി ആണ് ഉപയോഗിക്കുക. ലെസൺ ഇഷ്ടമായി എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആണ് എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.